ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നല്ല കിടിലനായിട്ടുള്ള ഒരു ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ഉള്ളി, തക്കാളി അതുപോലെ അധികം മസാലകളൊന്നും ചേർക്കാണ്ട് ചെയ്യുന്ന ഒരു ബീഫ് ഫ്രൈ ആണ്. ഇത് നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പാർസലാക്കി കൊണ്ടുപോകാനും അതുപോലെ ഗൾഫിലേക്ക് പുറത്ത് പോകുന്നവർക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് 1 കിലോ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള ബീഫാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു 10 അല്ലി ചെറിയ ഉള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, അത്രയൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് മൊത്തം നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ അല്ലെങ്കിൽ കല്ലിലിട്ട് ചതക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നും കറക്കിയെടുത്താൽ മതി. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഉലുവയാണ്. ഇതൊരു 1/2 ടീസ്പൂൺ ഉലുവ ഉണ്ടാവും. ഞാനിപ്പോൾ കൈയളവിന് എടുത്തുകൊണ്ട് തന്നെ ഒരു ഏകദേശം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഉപ്പ് നമ്മളിപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് തിളച്ചിട്ട് നോക്കിയാൽ മതി ഉപ്പുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി നിങ്ങൾ ഇട്ട് കൊടുക്കുക. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർ നന്നായിട്ട് തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് സ്പൈസി അല്ല, ഇവിടെ അധികം എരിവാരും കഴിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അളവിന് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക. കറിവേപ്പില കൂടിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വേണം. അത് ഞാൻ ആ ഒരു ഉള്ളി വെളുത്തുള്ളി ചതച്ച ബ്ലെൻഡറിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് ചുഴറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട്, സാധാരണ ബീഫ് എത്ര സമയമാണ് നിങ്ങൾ വേവിക്കാറുള്ളത് അത്രയും വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് പ്രഷർ പോയതിന് ശേഷം തുറക്കുക കേട്ടോ. പ്രഷർ പോയതിന് ശേഷം തുറന്നിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ അത്. നമ്മൾ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് നല്ല തീയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി കുറച്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീഫിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നല്ല സ്പൈസി ആയിട്ട് കഴിക്കേണ്ടവരാണെങ്കിൽ അതുപോലെ ചെയ്യുക. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പാനിൽ ചെയ്യുന്നേക്കാളും ഇതുപോലത്തെ ചീനച്ചട്ടികളിലൊക്കെ ചെയ്യുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഫ്രൈ പാനിൽ ഉപയോഗിക്കുന്നേക്കാളും ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ വറ്റിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല തീയിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഒരുപാട് അങ്ങോട്ട് മൊരിച്ചെടുക്കാനുള്ളവർക്കാണെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മൊരിച്ചെടുത്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് മൊരിക്കണില്ല കേട്ടോ. ഞാൻ ഒരു ഹാഫായിട്ടുള്ള ആ ഒരു പാകത്ത് വരെ ആക്കുന്നുള്ളൂ. കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കുരുമുളക് ചേർക്കണുള്ളൂ കേട്ടോ. കുരുമുളക് ഇതിൻ്റെ കൂടുതലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നില്ല. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം കുരുമുളക് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും മതി നമുക്ക്. ഇനി ഒരുപാട് ഞാൻ ആക്കുന്നില്ല. ഇനി ഒരു മൺചട്ടിയിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചട്ടീൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വാഴൻ്റെ ഇലയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇത് പാർസൽ കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ ചൂടോട് കൂടി വാഴൻ്റെ ഇലയിലിട്ട് വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് പാക്ക് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ വിയർപ്പായിട്ട് കേടായി പോവും. ഇങ്ങനെ പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.